ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം വലിയ കുരുതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു. ആദ്യ ബോംബുകളിലൊന്നിട്ടത് ഒരു സ്കൂളിന് മേലെയാണ്. 60-ലധികം കുഞ്ഞുങ്ങളുടെ ചിതറിച്ചിതറിച്ച ശരീരങ്ങൾ കാണുന്നു അവിടെ നിന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വലിയ തോതിലുള്ള ആക്രമണം ഇറാന് മേൽ നടത്തുകയും അവിടുത്തെ ഭരണകൂടത്തെ മാറ്റിമറിക്കുകയും ചെയ്യും എന്നാണ് പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും. ഏറ്റവും കുറഞ്ഞത് 4 ദിവസമെങ്കിലും ഈ രൂക്ഷമായ ആക്രമണം നീളും എന്ന് അവിടെ നിന്നുള്ള നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പ്രത്യാക്രമണം നിലയ്ക്ക് അമേരിക്കൻ ബേസുകൾ ഗൾഫിൽ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഗൾഫിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെയും അമേരിക്കൻ ബേസുകളിലേക്ക് മിസൈൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്മാറാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറായിട്ടില്ല. ഇത് ഒരു സാധാരണ യുദ്ധമായിട്ടല്ല വികസിക്കുന്നത്. ആ മേഖലയാകമാനം പല നിലയ്ക്ക് ബാധിക്കുന്ന യുദ്ധമായി വികസിക്കുകയാണ്. ഇതിന്റെ ഭാവി എന്തായിരിക്കും? ഈ ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം ഏതെങ്കിലും നിലയ്ക്ക് അമേരിക്കയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാക്കുമോ? അത് യുദ്ധം നിർത്താൻ അവരെ നിർബന്ധിതമാക്കുമോ? അതോ അതിനപ്പുറം പോയി അവസാനത്തെ ഒരു പോരാട്ടത്തിന് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഇറക്കി തിരിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന വിനാശം എന്തായിരിക്കും? അത് താങ്ങുമോ ഈ പുതിയ ലോകം? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷനോടൊപ്പം ഉള്ളത് MC നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് താജാലുവ മാധ്യമ പ്രവർത്തകൻ, BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നോടൊപ്പം ചേരുന്നു. സുഹൈൽ, ഏറ്റവും ആദ്യം എന്താണ് ഏറ്റവും പുതിയ ഇറാൻ അപ്ഡേറ്റ് എന്താണ്? നിഷാദ്, ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. അവിടെ 2 സ്കൂളുകളിൽ ആക്രമണമുണ്ടായി. 60-ലധികം വരുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു. ഒറ്റ സ്കൂളിൽ മാത്രം 60 പെൺകുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ചും IRGCയുടെ നേതൃത്വത്തെയും ഭരണ സംവിധാനത്തിലെ പ്രമുഖരെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളതും. അത് രണ്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇറാനിൽ നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണമായി ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം സൈബർ അറ്റാക്ക് നടന്നിരിക്കുകയാണ്. എന്താണ് അവിടെ കൃത്യമായി നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിൽ കുറേയേറെ പരിമിതികളുണ്ട്. പലതരത്തിലുള്ള പ്രചാരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹാംനായി എവിടെയാണ്? ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളെല്ലാം ഹാംനായിക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും IRGC കമാൻഡറുമെല്ലാം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. പക്ഷേ അതിലൊന്നും യാതൊരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇറാൻ ഇസ്രായേലിന് നേരെയും അതേപോലെ തന്നെ ഗൾഫ് ബേസുകൾക്ക് നേരെയും നടത്തുന്ന ആക്രമണം തുടരുകയാണ്. അതൊരൊറ്റ ആക്രമണത്തോടു കൂടി അവസാനിപ്പിക്കുന്നതല്ല നമ്മൾ കാണുന്നത്. എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും, ബഹ്റൈന് നേരെയും UAEക്ക് നേരെയും ഒക്കെ വീണ്ടും ആക്രമണം നടത്തുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ആരും ഒരൊറ്റ ആക്രമണത്തോടു കൂടി അവസാനിപ്പിക്കുക എന്ന ഒരു ടേക്കിലേക്കല്ല പോകുന്നത്. പൂർണ്ണമായ ഒരു ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇറാന് നേരെ വടക്കൻ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈൽ അവിടെ വീഴുകയും 50 വയസ്സുള്ള ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ രാത്രി നിർണായകമായിരിക്കും എന്നുള്ളതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദേശത്തിൽ പറഞ്ഞത് ഇന്നത്തെ രാത്രി IRGCയുടെ പ്രമുഖരായ ആളുകളെല്ലാം കരുതിയിരിക്കുക, ഒന്നുകിൽ ആയുധം വെച്ചുകൊണ്ട് കീഴടങ്ങുക, അല്ലെങ്കിൽ മരണത്തെ പുൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സാധാരണക്കാരോട് ട്രംപ് പറയുന്നത് ഇന്നത്തെ രാത്രി നിങ്ങൾ എവിടെയും പുറത്തിറങ്ങാൻ പാടില്ല, എല്ലായിടത്തും ബോംബുകൾ വീഴും, അതോടുകൂടി എല്ലാം നശിക്കും, അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി വരാനുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഭരണമാറ്റമാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമാണ്. പക്ഷേ അതിലേക്കുള്ള വഴി എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനം. അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ ഒരു ആക്രമണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്റഗണോട് 3 ഗ്യാരണ്ടികൾ വാങ്ങി എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഗ്യാരണ്ടി, ഈ യുദ്ധം ആഴ്ചകൾക്കപ്പുറത്തേക്ക് നീങ്ങില്ല, അതൊരു മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഇറാഖിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ കണ്ടതുപോലെയുള്ള ഒരു യുദ്ധമാകില്ല എന്ന് ഉറപ്പു നൽകണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അവിടെയുള്ള ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് വാങ്ങണം എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ആ തകർക്കുന്നതിന് മുമ്പ് ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു ഇസ്രായേലിന് നേരെ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇസ്രായേലും അമേരിക്കയ്ക്കും ഉണ്ട് എന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഈ ആക്രമണത്തിന് ശേഷം ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം, അല്ലെങ്കിൽ അവിടെ ഒരു സമ്പൂർണ്ണമായ കലാപമെങ്കിലും ഉണ്ടായി നിലവിലുള്ള സർക്കാർ താഴെ വീഴുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് CIA ഉറപ്പു നൽകണം എന്നുള്ള ഈ 3 ഗ്യാരണ്ടികൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് മാസങ്ങൾ നീണ്ട ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷം ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക,
ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ 3 ചർച്ചകളും നടന്നത്. ഈ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ പോലും ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു അമേരിക്കയും ഇസ്രായേലും നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി ഇന്ന് രാവിലെ ഇറാൻ പൂർണ്ണമായും സീറോ യുറേനിയം എൻറിച്ച്മെന്റിന് തയ്യാറാണ്, അവർ ആണവശേഷി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നുവരെ പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ വലിയ ചതി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും ഒന്നു ചേർന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഈ ഭീഷണി അത് പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇറാൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക, എത്രത്തോളം ഇറാന് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അത് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഇറാന്റെ പ്രതിരോധം എന്തുമാത്രം മുന്നോട്ട് പോകും, ഇറാന് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്ന്. ശരി, ഷീം താജ് ആലുവ, ഇപ്പോഴത്തെ നോക്കൂ, ഈ സിറ്റുവേഷൻ നോക്കൂ. ഇറാനെ വളഞ്ഞിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി. ഇറാൻ അതിജീവിക്കുമോ ഈ ദിവസങ്ങളെ? നിഷാദ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഇപ്പൊ നമ്മളൊരു ചതിയെ കുറിച്ച് പറഞ്ഞു ഇവിടെ. അതായത് ഒരു ഭാഗത്ത് ചർച്ച നടത്തും, അത് ആ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കെ തന്നെ മറുഭാഗത്ത് സൈനികമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആക്രമണം. വാസ്തവത്തിൽ ഇത് ഇറാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതും ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പ്രസ്താവന പുറപ്പെടുവിച്ചതുമായിട്ടുള്ളൊരു സംഗതിയാണ്. ഞങ്ങൾ ഈ ചർച്ചകളെ കാണുന്നത് വിത്ത് ഐസ് ഓപ്പൺ എന്നതായിരുന്നു നേരത്തെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത നേതൃത്വവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതായത് എങ്ങനെയാണോ 2025 ജൂണിൽ 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നു, മസ്കറ്റിൽ പിറ്റേ ദിവസം ചർച്ച നടത്താനിരിക്കെ തലേ ദിവസം ഇസ്രായേൽ എങ്ങനെയാണോ ആക്രമണം നടത്തിയത് അതേപോലെ തന്നെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ വാസ്തവത്തിൽ ഇതിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വളരെ നേരത്തെ അമേരിക്കയുടെ പ്രസ്താവനകളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏത് സന്ദർഭത്തിലും ഒരു ആക്രമണം, രണ്ടാമത്തെ ഒരു ഷിപ്പ് കൂടി USS അബ്രഹാം ലിങ്കന് പുറമെ രണ്ടാമത്തെ ഷിപ്പ് കൂടി പുറപ്പെട്ടപ്പോൾ ആക്രമണം ഏതാണ്ട് ഉറപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു തികച്ചും അപ്രതീക്ഷിതമാണ് എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ സാധ്യമല്ല. രണ്ടാമത്തെ ഒരു സംഗതി, ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഞങ്ങൾ കഴിഞ്ഞ ജൂണിലെ യുദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എന്നതാണ് ഇറാന്റെ പ്രസ്താവന. അതിൽ ഇത്രത്തോളം ആ തയ്യാറെടുപ്പുകളുടെ ഒരു അറ്റം പറയുകയാണെങ്കിൽ, ഓരോ ആളുകളും കൊല്ലപ്പെട്ടാൽ, പ്രത്യേകിച്ച് ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടാൽ, പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തത് ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു 4 നിര പ്രതിരോധ മന്ത്രി, ഇപ്പൊ ഇവിടെ നമ്മൾ ആ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു, IRGC-യുടെ കമാൻഡർ കൊല്ലപ്പെട്ടു. അപ്പോ ഇത്തരം ആളുകളൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നേതൃത്വം ആരാണ്, ഒരു 4 ലെയർ നേതൃത്വത്തെ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു രണ്ടാമത്തെ സംഗതി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ചൈനയുടെ അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഈ സന്ദർഭത്തിൽ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ചൈന നേരിട്ട് ഇറാന്റെ ഒരു സൈനിക ആക്രമണത്തിൽ, പ്രതിരോധ ആക്രമണത്തിൽ ഒന്നും പങ്കെടുത്തുകൊള്ളണം എന്നില്ല. എന്ന് പറഞ്ഞാൽ സൈന്യത്തെ അയച്ചിട്ടോ ഷിപ്പ് അയച്ചിട്ടോ ഒന്നും പങ്കെടുക്കുന്നുമില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന എക്സസൈസ്, നാവികാഭ്യാസം, അതിൽ ചൈനയും റഷ്യയും അതിശക്തമായി പങ്കെടുത്തിരുന്നു. അതിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെ ചൈനീസ് സെക്യൂരിറ്റി വക്താവ് നൽകിയത്, ഇത് മൾട്ടിപോളാർ വേൾഡിനുള്ള ഒരു തുടക്കമാണ്, ആ മൾട്ടിപോളാർ വേൾഡിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാവികാഭ്യാസത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൃത്യമായിട്ടും ചൈനയുടെ സൈനികമായിട്ടുള്ള എക്യുപ്മെന്റുകൾ പലതും, പ്രത്യേകിച്ച് J-20 ഫൈറ്റർ ജെറ്റുകൾ അടക്കം, അതുപോലെ ഡ്രോൺ, പുതിയ തലമുറ ഡ്രോണുകൾ അടക്കം ചൈന ഇറാന് കൊടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു സ്റ്റോക്ക് പൈൽ, വിപുലമായ ഒരു സ്റ്റോക്ക് പൈൽ തന്നെ ഇറാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അത് ഭൂഗർഭ അറകളിൽ നിന്ന് വരെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഒരു അന്തിമ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യുദ്ധം ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പെന്റഗൺ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് മുന്നോട്ട് പോകണം എന്നില്ല. എന്ന് മാത്രമല്ല, ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ നേരത്തെയുള്ള ഒരു പ്രസ്താവന, യുദ്ധം നിങ്ങൾ തുടങ്ങി വെക്കും, അത് ആയത്തുള്ള അലി ഖാംനയും പരമോന്നത നേതാവും അത് തന്നെ പറഞ്ഞു, നിങ്ങൾ യുദ്ധം തുടങ്ങി വെക്കും, പക്ഷേ അത് എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഇറാന്റെ നേതൃത്വം പറയുണ്ടായി. സ്വാഭാവികമായിട്ടും അതൊരു യുദ്ധത്തിന്റെ മുമ്പുള്ള ഒരു വീമ്പ് പറച്ചിലായിട്ട് നമുക്ക് കുറച്ചൊക്കെ കരുതാമെങ്കിൽ കൂടി, ഒരു പെട്ടെന്ന് കീഴടങ്ങുന്ന
ഒരു സാഹചര്യത്തിലല്ല ഇറാൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ തന്നെയുള്ള ഈ മുൻകൂട്ടി ഇത്തരം ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും കഴിഞ്ഞ ജൂണിലെ യുദ്ധത്തിൽ തങ്ങൾ പാഠം പഠിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിന് വേണ്ടി തങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഇറാന്റെ പ്രസ്താവന അതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു സംഗതി, ഈ പ്രസ്താവനകളുടെ ഒക്കെ പിന്നിലും ഈ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന ആക്രമണത്തിൽ വളരെ കുറച്ച് വൈകിയും അതോടൊപ്പം കുറച്ച് സമയമെടുത്തുമൊക്കെയാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ തൊട്ടുടനെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി എന്നുള്ളതും ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലെ അമേരിക്കയുടെ ബേസുകളിലേക്ക് ഉടൻ തന്നെ മിസൈലുകളും മറ്റൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നുള്ളതും ആ ഒരു തയ്യാറെടുപ്പും അതായത് ഏത് രൂപത്തിലാണ്. പക്ഷേ താജാലുവ, ഇതിപ്പോ അമേരിക്കയ്ക്ക് അറിയാത്തതല്ലോ, ഇങ്ങനെ ഇറാന്റെ കയ്യിൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, അവര് പ്രത്യാക്രമണം നടത്തും, അവർ ഗൾഫിലെ ബേസുകൾ ആക്രമിക്കും എന്നൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും കപ്പൽ കൊണ്ടുവന്ന് ചുറ്റും വളഞ്ഞു വെച്ച് ആക്രമിക്കുകയാണ്. 4 ദിവസം കൊണ്ട് തീർക്കാൻ പദ്ധതി ഇടുകയാണ്. അമേരിക്കയെ തെല്ലും അമാന്തിപ്പിക്കുന്നില്ല, അറപ്പിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. ഇറാന്റെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ ചൈന കൊടുത്ത എന്തെങ്കിലും ആധുനിക ഉപകരണങ്ങളോ, അതിന് മേലെ 4 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്ന കോൺഫിഡൻസ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട്. അതായത് ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യാൻ സാധ്യമേ അല്ലാത്ത വണ്ണം മിലിറ്ററി ഓവർ പവർ, അതിനുള്ള ഓവർ പവറിനുള്ള ശക്തി, കപ്പാസിറ്റി അമേരിക്കക്കുണ്ട് എന്നുള്ളത് ആരും സമ്മതിക്കുന്ന കാര്യമാണ്. അമേരിക്കയെ പോലുള്ള ഒരു വലിയ സൈനിക ശക്തിക്ക് മുമ്പിലാണ് ഇറാൻ പോരാടുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതിന് സംശയമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇറാഖോ അഫ്ഗാനിസ്ഥാനോ അല്ല ഇറാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നോക്കൂ, ഒരു ഭരണമാറ്റമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ട് അധിനിവേശം, കരയാക്രമണം നടത്തിയേ പറ്റൂ. അതല്ലാത്ത വണ്ണം ഇറാന്റെ ഈ നേതൃത്വത്തെ, ഈ പ്രതിരോധ സേനയുടെയും അതുപോലെ തന്നെ IRGCയുടെയും ഒക്കെ കമാൻഡർമാരെ കൊന്നൊടുക്കിക്കൊണ്ട് അങ്ങനെ ജനങ്ങൾ, ഇപ്പോ ട്രംപ് തന്നെ പറഞ്ഞത് നിങ്ങൾ പുറത്തിറങ്ങി ഗവൺമെന്റ് പിടിച്ചെടുക്കൂ എന്നാണ്. അതിന് മാത്രം ശക്തമായ ഒരു ഓപ്പോസിഷൻ അവിടെ ഇല്ല. അതിന് മാത്രം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കരയാക്രമണത്തിലൂടെ ഇറാനെ കീഴടക്കാൻ പറ്റുന്ന ഒരു ജിയോഗ്രഫിക് ടെറൈൻ അല്ല ഇറാന്റേത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് നീണ്ടു നിൽക്കുന്ന നാളുകൾ വ്യോമാക്രമണത്തിലൂടെ പരമാവധി നാശനഷ്ടം ഏൽപ്പിക്കാമെന്നല്ലാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള ഒരു റെജിം ചേഞ്ച് എന്ന് പറയുന്നത് അത് നടക്കാനാകാത്ത സ്വപ്നമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടായിരിക്കുമോ താജാലുവ? അതായത് ഇപ്പോ അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കുന്നതിന് ഗ്രൗണ്ട് സപ്പോർട്ട് അത്യാവശ്യമാണ്. പക്ഷെ അവിടെ ആ നിലയ്ക്ക് ഒരു പ്രതിപക്ഷ മുന്നണിയോ നേതാവോ ഒന്നും ഇല്ലാതിരുന്നത് മൂവ്മെന്റുകളെ എല്ലായ്പ്പോഴും പാതിയിൽ തടഞ്ഞു എന്നാണ് നമുക്കറിയാവുന്ന കാര്യം. ഇപ്പോൾ ഇതാ അമേരിക്ക എയർ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അവിടേക്ക് കയറി വരികയാണ്. അവിടുത്തെ ജനങ്ങൾ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് വീഴട്ടെ എന്ന് വിചാരിച്ച് നല്ല വിഭാഗം ആളുകൾ ഒപ്പം കൂടുമെന്നാണ് CIA വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടായേക്കുമോ? കാരണം അവിടെ ഒരു വലിയ പ്രക്ഷോഭം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ ഒരു പ്രക്ഷോഭത്തിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പല നീക്കങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് മൊസാദും CIA ഫണ്ട് ചെയ്ത, അവർ എക്യൂപ്പ് ചെയ്ത, അവർ വെപ്പണൈസ് ചെയ്ത ഒരു പ്രതിഷേധമായിരുന്നു അതെന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഇറാനെ കുറിച്ച്, ഇറാന്റെ നിലവിലെ അവസ്ഥയെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, ഗവൺമെന്റിനോട് പ്രതിഷേധമുണ്ട്, ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഷേധമുണ്ട്, ജീവിത നിലവാരത്തിൽ അവർക്ക് വരുന്ന തകർച്ചയെക്കുറിച്ച് പ്രതിഷേധമുണ്ട്. ആ ജെന്യുവിൻ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്ന പല രീതികളുണ്ട്. പക്ഷേ ഇത്തരം ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് സ്വന്തം രാജ്യം ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു ഘട്ടത്തിൽ നാഷണൽ ഫ്ലാഗിന് കീഴിൽ അണിനിരക്കുക, അതിന് കീഴിൽ ഒന്നിച്ച് ചേരുക എന്നുള്ളത് ഇറാനിയൻ ജനതയുടെ പ്രത്യേകതയാണ്. ഇറാൻ എന്ന് പറയുന്ന ആ ഒരു വളരെ പഴക്കമുള്ള ഒരു നാഗരികതയും അതുപോലെ തന്നെ ഇറാൻ ജനതയുടെ വിപ്ലവ വീര്യവും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അമേരിക്ക ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു അധിനിവേശത്തിന് പാകപ്പെടാത്ത ഒരു മണ്ണാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. നോക്കൂ, 1980-88 കാലയളവിൽ സദ്ദാം ഹുസൈൻ ഇതേ അമേരിക്കയുടെയും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടി അതിശക്തമായിട്ടുള്ള ഒരു നീണ്ട ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ച രാജ്യമാണ് ഇറാൻ. പക്ഷെ അതിൽ നിന്ന് അവർ മറികടന്ന് ഏതാണ്ട് 1 മില്യൺ ആളുകളോളം രാഷ്ട്ര ആയുധാക്രമണത്തിന് വിധേയമായ രാജ്യമാണ് ഇറാൻ. ജർമ്മനി അടക്കം പ്രത്യേകമായിട്ടുള്ള സ്റ്റൈറിൻ ഗ്യാസ് അടക്കം സപ്ലൈ ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ
അതിന് വിധേയമാക്കിയതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ആരെങ്കിലും കുറച്ച് ഡീക്യാപിറ്റേഷൻ വഴി ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ കീഴടക്കാമെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യാമോഹമാണ്. പ്രത്യേകിച്ച് വെനീസുലയിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ വെനിസ്വല മോഡൽ ഒരു സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കില്ല, മറിച്ച് ഒരു ശക്തമായ പ്രതിരോധം അനുഭവിക്കേണ്ടി വരും എന്നാണ്. സുഹൈലെ, ഇന്ന് ഗൾഫ് റീജിയനിൽ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിയല്ലോ ഇറാൻ. അതിന്റെ ഉദ്ദേശം തന്നെ ഒരു സമ്മർദ്ദമുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. ഒന്ന്, ഇറാൻ വിചാരിച്ച വലുപ്പത്തിൽ ഒരു ആക്രമണം ഗൾഫ് റീജിയനിൽ നടത്താൻ അവർക്ക് പറ്റിയോ? അതിന്റെ ഇമ്പാക്ട് എന്തുമാത്രം ഉണ്ടാക്കാൻ പറ്റി? അത് എന്തുമാത്രം ഒരു നയതന്ത്ര സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു? ഒന്നും കാണുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും തീമഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ കൗണ്ടർ റിട്ടാലിയേഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നാണോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം സമീപകാലത്ത് ഗൾഫ് രാഷ്ട്രങ്ങൾ കാണാത്ത രൂപത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇന്നുണ്ടായത്. തുടർച്ചയായ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും ബഹ്റൈനിലെല്ലാം ഉണ്ടാകുന്നു. ഇപ്പോൾ UAE-യിലും ഒരു ഒറ്റ ആക്രമണം ഉണ്ടാകും എന്നാണ് ചിലർ പ്രതീക്ഷിച്ചതെങ്കിൽ അങ്ങനെയല്ല. വീണ്ടും വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു, അബുദാബിയിലടക്കം. ആ തരത്തിൽ ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. ഖത്തറിലൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചില ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കുമെന്നും ഇറാനും ചിന്തിക്കുന്നുണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് അവർക്കടിക്കാൻ പറ്റാവുന്ന കുറേ ദൂരെ നിന്നും വന്ന് അമേരിക്കയുടെ വലിയ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി ഇറാനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അവർക്ക് ആദ്യം തിരിച്ചടിക്കുക ഇസ്രായേലിനെ ആയിരിക്കും എന്ന് അവർ ആദ്യം തന്നെ വിശദമാക്കിയതാണ്. രണ്ടാമത്തേത്, ഈ മേഖലയിലുള്ള ഗൾഫ് മേഖലയിലുള്ള US ബേസുകളെ ആക്രമിക്കും എന്നവർ പറഞ്ഞതാണ്. അപ്പോൾ എത്ര തന്നെ ആക്രമണം നടത്തിയാലും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി അവർ വിചാരിക്കുന്നത്, ഇറാന്റെ ഒരു വിചാരമെന്ന് പറയുന്നത്, ഇസ്രായേലിനു മേലെ നടത്തുന്ന വലിയ ആക്രമണത്തിലൂടെ മാത്രമേ ഇതിനെ തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പലതവണ ഇസ്രായേലിന്റെ പല മന്ത്രിമാരും അതേപോലെ തന്നെ IRGCയുടെ നേതൃതലത്തിലുള്ള ആളുകളും പറഞ്ഞത്, ആക്രമണം തുടങ്ങുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ തന്നെ ആയിരിക്കും, പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, അത് ഇസ്രായേലിന് നേരെ തന്നെ ഉണ്ടാകുന്ന വലിയ ആക്രമണങ്ങളുടെ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയും UAE-യും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാത ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, ആ തരത്തിലുള്ള നിലപാടുകളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നത് അവരുടെ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തും, അത് ആ മേഖലയാകെ സംഘർഷത്തിലാക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ USS എബ്രഹാം ലിങ്കൺ ആയിരുന്നാലും അതേപോലെ തന്നെ ജാർ ഫോർഡ് ആയിരുന്നാലും ഇതെല്ലാം കൂടുതൽ ഈ മേഖലയിൽ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള അറ്റാക്കിന് ഒരു പരിമിതിയും ഉണ്ടാകുന്നത് കൊണ്ട് കൂടിയാണ്. അതായത് ഈ മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ഈ മറ്റു ആയുധങ്ങൾ കൊണ്ടും ഗൾഫ് മേഖലയിലെ ബേസിൽ നിന്ന് ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടലിൽ ഞാൻ ചോദിക്കുന്നത് എന്താ ചോദിച്ചാൽ, ഈ സുഹൈൽ, ഇപ്പം ഗൾഫ് മേഖലയിലെ ബേസിൽ നിന്ന് വിമാനം പറക്കുന്നു എന്ന കാരണം കൊണ്ടല്ലല്ലോ ഇറാൻ അവരെ ആക്രമിക്കുന്നത്. അമേരിക്കൻ താല്പര്യങ്ങളുള്ള മണ്ണ് GCC-യിലുണ്ട്, ഞങ്ങൾ ആക്രമിക്കുമെന്നാണ്. അമേരിക്കയെ ആക്രമിക്കാൻ തുല്യമാണ്. കാരണം അമേരിക്കയിൽ പോയി ആക്രമിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, എന്തായാലും അമേരിക്ക ആക്രമിച്ചാൽ അതിന്റെ കൗണ്ടർ അറ്റാക്ക് വരാൻ പോകുന്നത് ഇവിടേക്കാണ്. വിമാനം അവിടെ നിന്ന് പറക്കുന്നുണ്ടോ, വിമാനവാഹിനിയിൽ നിന്ന് പറക്കുന്നുണ്ടോ, രണ്ടാമത്തെ കാര്യം. സോ ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ ഗൾഫിലെ ഭരണാധികാരികൾക്ക് കഴിയണമെന്നാണ് ഇറാൻ വിചാരിക്കുന്നത്. കാര്യങ്ങൾ അവിടേക്ക് മൂവ് ചെയ്യുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അത്തരം സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ വിചാരിക്കുക, ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങൾ വിചാരിച്ച് പശ്ചിമേഷ്യയുടെ ആകെ ഗതി മാറ്റുന്ന സാഹചര്യം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇറാനും അങ്ങനെ വിചാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAE-യോ ഖത്തറോ വിചാരിച്ചാൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കപ്പുറമായി അമേരിക്ക എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കാൻ മാത്രം അങ്ങനെ വിചാരിക്കുന്ന ആളുകളല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് ഇറാന് നേരെ തിരിച്ചടിയില്ലാതിരിക്കുക, അതിൻ്റെ ഒരു ആഘാതം കുറക്കുക, ഒറ്റ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമേരിക്കയുടെ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണവും അതേപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഉള്ള ആക്രമണത്തിലൂടെയും ഈ തങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ഭീഷണിയെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിനെ ഇനി എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ സമീപകാലത്തൊന്നുമില്ലാത്ത വലിയ സൈനിക ശേഷിയുമായിട്ടാണ് അമേരിക്ക വന്നിരിക്കുന്നത്. 50 ബില്യണിലധികം തുക വരുന്ന 12ഓളം യുദ്ധക്കപ്പലുകൾ തന്നെ നിരന്നു നിൽക്കുകയാണ്.
അതോടൊപ്പം ഡസൻ കണക്കിന് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ സായുധ കപ്പലുകളും ഒക്കെ വളഞ്ഞിരിക്കുന്നു ഇറാനെ എന്നിരിക്കെ യുദ്ധം കുറച്ചുകൂടി വലുതായാൽ വളരെ വേഗത്തിൽ ഇറാന് നാശം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. താജ് ആലുവ ഇത് സത്യത്തിൽ ഒരു എന്താണ് ഹമാസിനെ പോലുള്ള ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഗസയെ പോലെ ഒരു സൈനികരഹിതമായ മനുഷ്യ സംഘത്തെയോ ആക്രമിച്ചതുപോലെ അല്ലല്ലോ. ഒരു രാഷ്ട്രത്തെ ആക്രമിക്കുകയാണ്. രാഷ്ട്രത്തിന് സൈന്യമുണ്ട്, വലിയ സൈന്യമുള്ള രാഷ്ട്രമാണ്. അപ്പോൾ അത് വലിയ യുദ്ധമാണ്. ആ യുദ്ധം ഇറാൻ എങ്ങോട്ടൊക്കെയാണ് വികസിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. അത് ലോകത്തെ എഫക്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയെ, കേരളത്തെ എല്ലാം ബാധിക്കാൻ പോകുന്നൊരു സംഗതിയാണല്ലോ നമ്മൾ നോക്കുമ്പോൾ. സോ അതിനകത്ത് ഇടപെടാനുള്ള പരമമായ ബാധ്യതയിലേക്ക് ലോകരാജ്യങ്ങൾ എന്ന് പറയുന്ന കൂട്ടം എത്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവരതിനകത്ത് ഇപ്പോഴും ഇന്റർവ്യൂൻ ചെയ്യുന്നില്ല, പൂർണ്ണമായും ഇടപെടുന്നില്ല. റഷ്യ മാത്രമാണ് ഒരു സ്ട്രോങ് പൊസിഷൻ പറഞ്ഞത്. ചൈന പോലും ഒരർത്ഥത്തിൽ നിശബ്ദതയെ അവലംബിക്കുകയാണ്. സോ ഇതിനകത്ത് താങ്കൾ കാണുന്ന ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റോൾ എന്താണ്? അത് സംഭവിക്കുമോ? നിഷാദ്, ഇവിടെ നമ്മൾ നോക്കൂ, ഇതിനു മുമ്പ് അമേരിക്ക നടത്തിയ അധിനിവേശങ്ങൾ, ഇറാഖ് അധിനിവേശം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആക്രമണം, അതിനൊക്കെ പേരിനെങ്കിലും ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു കയ്യൊപ്പും അതുപോലെ തന്നെ നാറ്റോ, പ്രത്യേകിച്ച് ഇറാഖ് അധിനിവേശത്തിൽ വളരെ ശക്തമായി സജീവമായിട്ട് നാറ്റോ സൈന്യങ്ങൾ, ഓരോ നാറ്റോ അംഗരാജ്യങ്ങൾ അവരുടെ സൈന്യങ്ങളെ അയച്ചു വരെ പങ്കെടുത്തിരുന്നു. ഇത്തവണ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ പാസീവായിട്ടുള്ള ഒരു നിലപാടാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചത്. ബ്രിട്ടൻ അവരുടെ എയർ സ്പേസ് പോലും ഇറാൻ ആക്രമണത്തിന് തങ്ങളുടെ എയർ സ്പേസ് കൊടുക്കില്ല എന്ന വാദം മുന്നോട്ട് വെക്കുകയും അതിനനുസരിച്ച് അമേരിക്കയുടെ അത്തരം ആവശ്യങ്ങൾ നിരാകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോ ഫ്രാൻസിന്റെ പ്രസിഡന്റ് മക്രോൺ പ്രസ്താവന ഒരു എങ്ങും തൊടാതെയുള്ള ഒരു പ്രസ്താവനയാണ്. യുദ്ധം അവസാനിപ്പിക്കണം, അതേ സന്ദർഭം തങ്ങളുടെ സഖ്യരാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരു അഴകുഴമ്പൻ പ്രസ്താവനയാണ്. മറ്റു പല രാജ്യങ്ങളുമൊക്കെ, പ്രത്യേകിച്ച് നേരത്തെ കാനഡയ്ക്കെതിരെയും അതുപോലെ തന്നെ ഗ്രീൻലാൻഡിനെതിരെയും ഒക്കെ ട്രംപ് പ്രസ്താവന നടത്തിയപ്പോ അതിശക്തമായി രംഗത്ത് വന്ന രാജ്യങ്ങൾ, ഡാവോസിലെ ഇക്കോണമിക് ഫോറത്തിലൊക്കെ ഒരു മിഡിൽ പവർ, അതിന്റെ ഒരു മിഡിൽ പവറിന്റെ ആവശ്യകതയെക്കുറിച്ച്, മൾട്ടി പോളാർ വേൾഡിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ ഇപ്പോ പക്ഷെ ഈ ഒരു വ്യക്തമായ അനീതിയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതായത് ഒരു ഭാഗത്ത് ചർച്ചയും അതുപോലെ തന്നെ ഡിപ്ലോമസിയും നടത്തിക്കൊണ്ടിരിക്കെ ആ ചർച്ചയ്ക്കും ഡിപ്ലോമസിക്കും ഒക്കെ തുരങ്കം വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര ന്യായവുമില്ലാതെ അങ്ങനെ അന്താരാഷ്ട്ര ഏജൻസികളുടെയോ അല്ലെങ്കിൽ കൂട്ടായ്മകളുടെയോ ഒന്നും തന്നെ ഒരു സമ്മതമില്ലാതെ നടത്തുന്ന ഈ ആക്രമണം ഇന്നല്ലെങ്കിൽ നാളെ ഈ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇടപെടേണ്ടി വരും എന്ന ഒരു രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ അത് സംബന്ധമായി ഐക്യരാഷ്ട്ര സഭയെ സമീപിച്ചു കഴിഞ്ഞു. പക്ഷെ അതിലൊന്നും നമുക്കൊരു പ്രതീക്ഷ വേണ്ട. കാരണം ഇപ്പോഴത്തെ ഒരു നമ്മൾ നോക്കൂ, ഇതൊരർത്ഥത്തിൽ മറ്റൊരു കാര്യം ഇതിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അമേരിക്കൻ ഹെജിമണി, ഈ ലോകത്തെ മുഴുവൻ തങ്ങളുടെ മൈറ്റ് ഉപയോഗിച്ച്, സൂപ്പർ പവർ എന്ന് പറയുന്ന ആ സ്റ്റാറ്റസ് ഉപയോഗിച്ച് കീഴടക്കാനുള്ള ആ മുന്നേറ്റത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ തകർക്കണം അല്ലെങ്കിൽ എതിരിടണം, ചുരുങ്ങിയത് അതിനെ ഒരു പ്രതിഷേധമെങ്കിലും ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോ പ്രത്യേകിച്ച് ധാരാളമായിട്ട് ഉയർന്നു വരുന്നുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. കാരണം ഒരു റൂൾ ബേസ്ഡ് ഓർഡർ, നിയമത്തിലും പേരിനെങ്കിലും ഒരു പേപ്പറിലും ഒക്കെ ഒപ്പിട്ടും അതുപോലെ തന്നെ അതിനെയൊക്കെ ഒരു പ്രമേയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന അത്തരം സംഗതികൾ പൂർണ്ണമായും അപ്രത്യക്ഷമായ ഈ അവസ്ഥയെ ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ആക്രമണം ഒരു ദൈർഘ്യമേറിയ ഒരു ആക്രമണമായി ഒരിക്കലും മാറാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പെന്റഗണിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തീർക്കണം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് തീർത്ത് ഒരു റെജീം ചേഞ്ച് കൊണ്ടുവന്ന് ഇറാനെ പൂർണ്ണമായും ഞങ്ങൾ വരുതിയിലാക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് ഒരിക്കലും എത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംഭവിക്കാൻ പോകുന്നത് അതിന്റെ ഒരു സിനാരിയോ അത് ശരിയാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതായത് ട്രംപ് ഒരു 4-5 ദിവസം പൂർണ്ണമായിട്ട് ടെഹ്റാനെയും അതുപോലെ മറ്റ് ചില ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ബോംബിട്ടതിനു ശേഷം ഒരു വിജയം പ്രഖ്യാപിക്കുന്നു. അതായത് ഇന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടു, പ്രധാനപ്പെട്ട സൈനിക നേതൃത്വം കൊല്ലപ്പെട്ടു, രാഷ്ട്രീയ നേതൃത്വം കൊല്ലപ്പെട്ടു, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു, അതോടുകൂടി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം ഞാനൊന്ന് പറയാം, അങ്ങനെ അവസാനിപ്പിക്കാനുള്ള പോസിബിലിറ്റീസേ ഉള്ളൂ. ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാനോ ആത്യന്തിക വിജയം നേടാനോ കഴിയാത്ത വിധമുള്ള പരിമിതാവസ്ഥയും സങ്കീർണതയും ഇതിനകത്തുണ്ട് എന്നാണ് താജ് പറയുന്നത്. MC നാസർ,
എന്താണ് ഗൾഫ് ചിന്തിക്കുന്നത് ഈ രാത്രിയിൽ? എല്ലാ രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഈ യുദ്ധം വികസിക്കും തോറും ഇറാൻ അതിന്റെ പരമാവധി സാധ്യതകളെ പുറത്തെടുത്താൽ അതിന്റെ മുഴുവൻ വിനാശവും അനുഭവിക്കേണ്ടി വരിക ഗൾഫായിരിക്കും. സോ അവിടുത്തെ ആളുകൾ, ഭരണാധികാരികൾ എന്താണ് ചിന്തിക്കുന്നത്, ചെയ്യുന്നത്? നിഷാദ്, തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഇത്തരമൊരു യുദ്ധം ഇനി നീണ്ടു പോവുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം, അതിന്റെ ആഘാതം, പ്രഹരശേഷിയും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തീരണം, അല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും ഗൾഫിലെ നേതാക്കൾ തന്നെയാണ്. അവർ പലവട്ടം വിയന്നയിലും അതോടൊപ്പം തന്നെ ജനീവയിലും മസ്കറ്റിലുമൊക്കെ ഈ ചർച്ചകൾ രണ്ടു കൂട്ടർക്കുമിടയിൽ മധ്യസ്ഥരായി നിന്നുകൊണ്ട് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ ആ നീക്കം പോലും ഈ സമ്മർദ്ദത്തെ പരമാവധി ലഘൂകരിക്കാനും രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു പൊതു സ്വീകാര്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് ഒരു കരാറിലേക്കും കൊണ്ടുവരാനായിരുന്നു നീക്കം. അതിന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദറുൽ ബുസൈദി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു നല്ല ചർച്ച അതിന്റെ ഏറ്റവും ഒരു പ്രായോഗിക തലത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ആക്രമണം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അംഗീകരിക്കാനാവില്ല എന്ന് ഒമാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഒമാൻ ഒഴികെയുള്ള 5 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇന്ന് ആക്രമണം നടന്നു. അതും ഒരു വട്ടമല്ല, 3 വട്ടം പലയിടങ്ങളിലും ആക്രമണം നടന്നു. ഇന്നിപ്പോൾ രാത്രിയും വളരെ നിർണായകമായിരിക്കും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഈ എല്ലാ ഗൾഫ് രാജ്യങ്ങളും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിസൈൽ ആക്രമണം ഈ പ്രദേശത്തേക്ക് നടത്തുക എന്നത് വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അത് സൃഷ്ടിക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്നത് അത് മേഖലയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ മാത്രമല്ല ആഗോള സമ്പദ്ഘടനയെയും വലിയ തോതിൽ തന്നെ ബാധിക്കും. കാരണം ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഏത് സമയവും അടച്ചിടുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അത്തരമൊരു നീക്കം നടത്തുകയാണെങ്കിൽ അത് ശക്തമായി തന്നെ നേരിടുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. കാരണം എല്ലാ അർത്ഥത്തിലും ഒരു മെച്ചപ്പെട്ടു വരുന്ന ഒരു സാമ്പത്തിക ശേഷിയാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. അപ്പൊ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സൈനിക നടപടിയുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുമോ? അതല്ല ഈ സഖ്യരാജ്യങ്ങളുടെ ആവശ്യം പൂർണ്ണമായിട്ടും നിരാകരിച്ച് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഈ യുദ്ധം അതിൻ്റെതായ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നേരത്തെ താജൊക്കെ സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ ഒരു ദൗത്യം പൂർത്തീകരിച്ചു, 4 ദിവസം കൊണ്ട് അതിന്റെ പ്രധാന നേതാക്കളെ വകവരുത്തി, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ. കാരണം നമുക്കറിയാൻ സാധിക്കും 80കളിൽ, അതായത് ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ നടന്ന് ഒരു വർഷം തികയുമ്പോഴാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധം. അതും 8 വർഷമാണ് ആ യുദ്ധം നീണ്ടു വന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആ സമയങ്ങളിലൊക്കെയും അമേരിക്കയും ഈ മേഖലയിലെ സഖ്യരാജ്യങ്ങളും ഒക്കെ സദ്ദാം ഹുസൈന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നിട്ടും ആ 8 വർഷത്തെ യുദ്ധവും അതിജീവിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായിട്ടും കുറച്ച് കാണുക ഒരു ശരിയായിട്ടുള്ള രീതി ആവില്ല. പ്രത്യേകിച്ച് നാവിക രംഗത്തും കരസേനയുടെ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയും വരികയാണെങ്കിൽ അതിശക്തമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശേഷി, സൈനികമായ ശേഷി ഇറാന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ പേടിക്കുന്നതും അതാണ്. ഈ യുദ്ധം ഒരു വിനാശകരമായിട്ടുള്ള അവസ്ഥയിൽ അനിശ്ചിതമായിട്ട് നീളുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം എന്നത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പം വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു, അതിന് മുൻപേ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് സുഹൈലിന്റെ ഒരു ടേക്ക് എന്നാണ് ഇതിനകത്ത്. കാരണം ഇത് ഒരു 3-4 ദിവസം ആക്രമണം നടത്തുക, കുറച്ചൊക്കെ ഇറാന്റെ സംവിധാനങ്ങൾ തകർക്കുക, ഞങ്ങൾ വിജയിച്ചു എന്ന ഒരു പ്രഘോഷണം കൊണ്ടുവരിക എന്നതിൽ അമേരിക്ക നിൽക്കുമോ? കാരണം ഇത് ഖാംനെയെ വധിക്കണം, IRGCയുടെ കേപ്പബിലിറ്റീസ് ഇല്ലാതാക്കണം, എന്നാലല്ലാതെ ഇറാന് മേൽ വിജയം നേടിയെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഖാംനെയെ വധിക്കുക, IRGCയെ നിരായുധീകരിക്കുക, നിഷ്കാസനം ചെയ്യുക എന്ന് വെച്ചാൽ ഇസ്ലാമിക് റെജീം അവസാനിപ്പിക്കുക എന്നാണ്. ഇസ്ലാമിക് റെജീം മാറിയാൽ മാത്രമാണല്ലോ വിജയം അവകാശപ്പെടാൻ കഴിയുക. അപ്പോൾ അതിന്റെ പരകോടിയിലേക്ക് ആക്രമണത്തിന് പോവേണ്ടി വരും. ഇസ്ലാമിക ഭരണകൂടം വീഴുക എന്ന് വെച്ചാൽ അവസാനത്തെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് IRGCയെയും ഖാംനെയും സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ. സോ ഇത് വലുതാവാനുള്ള സാധ്യത എന്ത് മാത്രമാണെന്ന് ചോദിക്കുകയാണ് ഞാൻ. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്നുള്ള വിഷയത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ഹൗസിനും ഡൊണാൾഡ് ട്രംപിന് പോലും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ പലതും നമ്മൾ കാണുന്നത്. കാരണം ഈ ഒരു ആക്രമണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പെന്റഗണും അതേപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗവുമെല്ലാം
ഇത് ദീർഘമായൊരു യുദ്ധമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇതിന് അനുമതി നൽകിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായും ഈ ഒരു യുദ്ധം അങ്ങനെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കുറച്ചാളുകളെ വധിച്ച് അവസാനിപ്പിക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് ബാലിസ്റ്റിക് മിസൈൽ ശേഖരം പൂർണ്ണമായും ഇല്ലാതെയാക്കുക, അതേപോലെ തന്നെ ആകെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കി ഭരണമാറ്റത്തിലേക്കുള്ള ഒരു വഴി തുറന്നിട്ടെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സന്ദിഗ്ധാവസ്ഥ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകളായി ഇവിടെയുള്ള ഈ ഭരണകൂടത്തെ, ഷിയ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യമായിരുന്നു. അതിനുവേണ്ടി അവസാനത്തെ ആയുധവും പുറത്തെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവർ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് 4-5 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ചെറിയൊരു വിഷയമായിട്ടല്ല ഏറ്റവും ചുരുങ്ങിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവെങ്കിലും കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നെതന്യാഹു തുടങ്ങിവെച്ച യുദ്ധം അതിന് ചുറ്റുമുള്ള എല്ലായിടത്തും താൻ വിജയിച്ചു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഹമാസ് നേതാക്കളെ വധിക്കുന്നു, ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഇല്ലാതെയാക്കുന്നു, സിറിയയിൽ പോലും ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ ആകെ അവശേഷിക്കുന്നത് ഇറാൻ മാത്രമാണ്. ആ ഇറാനിൽ കൂടി ഒരു റെജീം ചേഞ്ച് വന്നതിന് ശേഷം സമ്പൂർണ്ണമായൊരു ടോട്ടൽ വിക്ടറി നേടുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. കാലങ്ങളായി അദ്ദേഹം അത് പറയുന്നു. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക, മറ്റൊന്ന് ഇറാൻ എന്ന് പറയുന്ന ത്രട്ട് ഇല്ലാതെയാക്കുക. അതാണ് നെതന്യാഹു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആ 2 കാര്യത്തിലേക്കും കാര്യങ്ങൾ നടക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ അതിനനുസൃതമായുള്ള കാര്യങ്ങൾ നടക്കുന്നു, പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നു, ഭൂമി പിടിച്ചെടുക്കുന്നു. ഇപ്പുറത്ത് ഇറാനിൽ കൂടി ഒരു ഭരണമാറ്റം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിന് വേണ്ടി ചെയ്തു എന്ന് പറയാൻ വേണ്ടിയുള്ള ടോട്ടൽ വിക്ടറിക്കായുള്ള ഒരു കാര്യത്തിന് വേണ്ടി നെതന്യാഹു ഒരുങ്ങുന്നു. അതിന് ഡൊണാൾഡ് ട്രംപ് എല്ലാവിധ സഹായവും നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോൾ ഒരുങ്ങുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ മൊസാദും സിഐയും ഇറാനിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അത് ആളുകളെ കലാപത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നു. അവിടെ വലിയ ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് അമേരിക്ക പറയുന്നു. ഇസ്രായേലും മറുഭാഗത്ത് പണിയെടുക്കുന്നു. അപ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം നമ്മൾ ഇറാനെക്കുറിച്ച് ഇറാനും ഇറാഖും തമ്മിലുള്ള വാറിനെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അന്നൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജനവിഭാഗങ്ങളിൽ വലിയൊരു ശതമാനം ആളുകളെങ്കിലും നിലവിലുള്ള അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താജ് ആലുവായി ചോദിക്കാമെന്ന പോയിന്റുകളൊന്നും അതാണ്. ഇപ്പോൾ സുഹൈൽ അതിലേക്കാണ് വന്നത്. അതായത് ഇറാൻ ഇറാഖ് വാറിന്റെ കാലത്തെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ഒരു തീജ്വാല ഉള്ളിൽ പേറിയ ഒരു തലമുറ അവിടെ ഉണ്ടായിരുന്നു. ആ തലമുറയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള പവർ ഒരു പ്രധാന ഘടകമായിരുന്നു. പക്ഷെ ആ തലമുറയും കടന്ന് ഇറാൻ ബഹുദൂരം മുന്നിലേക്ക് വരികയും മറ്റ് എണ്ണസമ്പന്നമായ രാജ്യങ്ങളെ പോലെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സൗകര്യങ്ങളില്ല എന്ന് വേദനിക്കുകയും നിരാശപ്പെടുകയും ഫ്രസ്ട്രേഷനിൽ കലാപത്തിനായി ഇറങ്ങുകയും ചെയ്യുന്ന തലമുറയാണ് ഇന്ന് അവിടെ കൂടുതൽ. അന്നത്തെ വിപ്ലവത്തിന്റെ, അന്നത്തെ നീണ്ടകാല യുദ്ധത്തിന്റെ ഓർമ്മകളോ വികാരമോ പേറുന്നവർ ഇന്ന് ആ തലമുറയിൽ തീരെ ചെറുതായി കഴിഞ്ഞിരിക്കുകയാണ്. സോ അതുകൊണ്ട് അങ്ങനെ ഈ ഒരു മാറുന്നെങ്കിൽ മാറട്ടെ ഈ ഭരണകൂടം എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ അവിടെ സെറ്റാക്കിയിട്ടാണോ ഈ അറ്റാക്ക് എന്നാണ് ഞാൻ ആവർത്തിക്കുന്നത്. താജ്, അതായത് ആ ഒരു ടെൻഡൻസി ഇറാൻ ജനതയ്ക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലായി ഭരണകൂടം കുറച്ചുകൂടി ഓപ്പൺ ആവണം. അതുപോലെ തന്നെ ആ ഒരു പഴയ വിപ്ലവത്തിന്റെ ഒരു തീജ്വാലയും അതുപോലെ തന്നെ അതിന്റെ ഒരു ലിഗസിയും അതുമാത്രം പേറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ പോരാ. ഈ ഒരുപാട് കുറച്ചധികം സ്വാതന്ത്ര്യം വേണം. ഈ പിന്നെ വരട്ട് തത്വവാദങ്ങളിൽ നിന്ന് മാറണം എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം തലമുറ അവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇറാനിയൻ ജനതയുടെ ഒരു സ്വതവേയുള്ള ഒരു വികാരം എന്ന് പറയുന്നത് അത് ഏതു തരം വൈദേശിക ഇടപെടലിനും വിധേയമാകാത്ത ഒരു രാജ്യമാണ്. അതിപ്പോ ഈ 979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം മാത്രമല്ല, അതിനു മുമ്പും ഇറാനിയൻ ജനത നോക്കും. നമ്മൾ ചരിത്രം, ഇറാൻ നാഗരികത ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു പേർഷ്യൻ നാഗരികത എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള ഒരു നാഗരികതയാണ്. അവരുടെ കൾച്ചർ, അവരുടെ ഭൂപ്രകൃതി, അവരുടെ സാഹിത്യം, ഇതൊക്കെ ഈ പറയുന്ന ഒരു അത്തരം ഒരു വൈദേശിക അധിനിവേശത്തെയും ആധിപത്യത്തെയും ചെറുക്കുകയും അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്ന, കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ താല്പര്യം എന്താണ്? ഇറാനിയൻ ജനതയ്ക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ അതിന് ഇതുവരെ അവർ ചെയ്തു കൂട്ടിയ ഈ ഉപരോധം മുഖേന ആ ജനതയെ വീർപ്പുമുട്ടിച്ച ചരിത്രം തന്നെ അതിന് നേരെ ഓപ്പോസിറ്റാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ താല്പര്യമല്ല, മറിച്ച് അവരുടെ താല്പര്യമാണ്. എന്തുകൊണ്ടാണ് 953 മുഹമ്മദ് മുസദ്ദിഖിനെ ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെട്ട
മുഹമ്മദ് മുസദ്ദിഖിനെ അമേരിക്ക അട്ടിമറിച്ചത്. കാരണം നാഷണലൈസ് ചെയ്തു എണ്ണ വിപണി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ എണ്ണ സമ്പത്തിനെ മുഴുവൻ നാഷണലൈസ് ചെയ്തുകൊണ്ട് വിദേശ എണ്ണ കമ്പനികളെ പുറത്താക്കി. ആ ഒറ്റ കാരണത്താൽ ഒരു സ്വേച്ഛാധിപതിയെ, ഭരണ നൈപുണ്യത്തിൽ ഒട്ടും കഴിവ് കാണിക്കാത്ത ഒരാളെ, ഒരു റിസാ ഷാ പഹലവി എന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അയാളുടെ ഭരണത്തിൽ നെറികെട്ട് ആണ് ജനങ്ങൾ ഈ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻകൈയെടുക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത തന്നെയാണ് ഇറാൻ. അപ്പോ അമേരിക്കയുടെയും ഇറാന്റെയും ഇസ്രായേലിന്റെയും താല്പര്യം തങ്ങളുടെ നേട്ടമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഭാവി മുന്നിൽ വച്ചല്ല അവർ ചെയ്യുന്നത്, മറിച്ച് അവരുടെ ദേശീയ താല്പര്യം. ഇസ്രായേലിന് അവരുടെ ദേശീയ താല്പര്യം, ഒരു ഗ്രേറ്റർ ഇസ്രായേലിനുള്ള പദ്ധതി ഈ ഇറാൻ കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഇറാൻ എന്ന് പറയുന്ന ത്രെട്ട് കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഫ്രം ദ സീ ടു ദ റിവർ, അല്ലെങ്കിൽ ഫ്രം റിവർ ടു ദ സീ, അത് വലിയ ഒരു വിശാലമായ ഇസ്രായേൽ എന്നൊരു പദ്ധതി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടെ ശരിക്ക് ചൈനയാണ് അമേരിക്കയുടെ ഉന്നം. അതായത് ചൈന ഇറാന്റെ എണ്ണ അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് വാങ്ങിക്കുകയും ആ എണ്ണയ്ക്ക് പകരമായിട്ട് ഇറാൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ചൈനയുടെ ആ ഒരു വളർച്ചയെ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക് അഭാവമുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ട ഒരു സംഗതി ഊർജ്ജമാണ്, എണ്ണ. ആ പ്രകൃതി വിഭവങ്ങൾ, മറ്റെല്ലാ വിഭവങ്ങളുടെയും കാര്യത്തിൽ സമ്പന്നമായ ചൈനയ്ക്ക് ഈ ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പൊ ആ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറാനെയാണ്. ഇപ്പൊ ഇറാനെ തങ്ങളുടെ വരുതിയിലാക്കിയാൽ ചൈനയെ ഒതുക്കാമെന്ന അമേരിക്കയുടെ താല്പര്യം. അപ്പൊ ഇത് മനസ്സിലാകാത്തവരല്ല ഇറാനിയൻ ജനത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ ഭരണമാറ്റം തങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഗുണം കൊണ്ടുവരും, രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇത് കാരണമാകും എന്ന് ഇറാനിയൻ ജനത വിശ്വസിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ താല്പര്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, അവിടെയുള്ള ഈ പറഞ്ഞ മൊസാദും CIA ഒക്കെ ഫണ്ട് ചെയ്ത ഒരു വിഭാഗം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകാം. പക്ഷെ മൊത്തം ഇറാനിയൻ ചെയ്ത്, അപ്പൊ നോക്കൂ, കഴിഞ്ഞ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നതിന് ശേഷം ഇറാനിയൻ ഗവൺമെന്റിന്, അവിടുത്തെ പരമോന്നത നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനമാണ് അവിടെ നടന്നത്. അതിന്റെ അർത്ഥം അവർക്കൊന്നും രാജ്യത്തിന്റെ നയങ്ങളോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുന്നു എന്നല്ല. അതിനോടൊക്കെ പ്രതിഷേധം ഉണ്ടായിരിക്കെ തന്നെ ഒരു ദേശീയ പ്രശ്നത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ദേശീയ സുരക്ഷയെ മുൻനിർത്തി അവർ യോജിക്കുന്നു. ഒരു ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് ഓർ ജീവിക്കാനുള്ള അവകാശം, ഇത് രണ്ടും മുന്നിൽ വരുമ്പോൾ ഇറാനിയൻ ജനത ഏത് ചൂസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. വന്നു വീഴുന്ന ബോംബാണോ ആദ്യം ഇല്ലാതാവേണ്ടത്, അതോ ഖാംനഈ ഭരണകൂടമാണെന്നുള്ള ക്വസ്റ്റ്യനെ എങ്ങനെയാണ് ഇറാൻ ജനത എടുക്കുക എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടെന്നാണ്. ആ പോയിന്റിൽ ഞാനൊന്ന് മടങ്ങി വരാം. ഇതിനകത്ത് ചൈനയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, മറ്റ് റഷ്യ, ഇറാന്റെ ഏറ്റവും ക്ലോസ് ഈടുകളിൽപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്, അവരെന്ത് ചെയ്യാൻ പോകുന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിന് സുഹൈൽ, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകം നിർബന്ധിതമാകുന്നത് കേവലമായ മാനവിക വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള താല്പര്യ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളുണ്ട്. നേരത്തെ താജാലു പറയുകയാണ് ചൈന അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. ശരിയാണ്, ഇറാന്റെ കയറ്റുമതി എണ്ണയുടെ ഏതാണ്ട് 80%, 80% വാങ്ങിക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്കത് ആ നിലയ്ക്കുള്ള ലാഭത്തിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ചൈന ആകമാനം ഇറക്കുന്ന അവരുടെ ഇറക്കുമതിയുടെ കണക്ക് നോക്കും 12-13% മാത്രമേ ഇറാനിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. സോ എണ്ണ ഇങ്ങനെ കിട്ടുന്നു എന്നത് ഇറാനെ ഇതുപോലെ നിലനിർത്താൻ ചൈനയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണോ, അതോ അവർക്ക് റഷ്യൻ എണ്ണ വെച്ച് മാനേജ് ചെയ്യാവുന്നുള്ളൂ? പിന്നെ റഷ്യയെ സംബന്ധിച്ചും, റഷ്യക്ക് ആയുധ കരാറുകളും ആയുധ ബാന്ധവും സ്ട്രാറ്റജിക് ബന്ധവും ഈ പറഞ്ഞ ഇറാനുമായി ഉണ്ട്. ഇപ്പോൾ യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആധുനിക ഡ്രോണുകൾ റഷ്യക്ക് കൊടുത്തത് ഇറാനാണെന്ന് നമുക്കറിയാം. സോ ഈ നിലയ്ക്കുള്ള ബന്ധിതമായിട്ടുള്ള നയതന്ത്ര രാഷ്ട്രീയ ബന്ധം ഇവർക്കിടയിൽ എല്ലാം ഇടയിലുണ്ട്. അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു റോൾ പ്ലേ ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടോ? ചൈനക്കും റഷ്യക്കും ഈ ഇറാൻ യുദ്ധ വിഷയത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകളാണ് അവർ നടത്താനുള്ള ഒരു സാധ്യത കാണുന്നത്. ഇപ്പോൾ റഷ്യയുമായി നേരിട്ട് നാവികാഭ്യാസം ഇറാൻ നടത്തുന്നത് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. ചൈനയുമായി നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണ വ്യാപാരം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടക്കുക എന്ന് പറയുന്നതും ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ഈ കടലിടുക്ക് അടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ അവർ ചെയ്യാവുന്ന 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇറാൻ. ഒന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്, മറ്റൊന്ന് US ബേസുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്, മൂന്നാമത് ഇനി ചെയ്യാനുള്ളത് ഹോർമുസ് കടലിടുക്ക് അടക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അടച്ചു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അതിലേക്ക് കടക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
പൂർണ്ണമായും അവർ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും അതിലേക്ക് കടക്കുക. പക്ഷേ ചൈനയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് വഴിയിലാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ഒരു മധ്യസ്ഥ റോളിലേക്കെങ്കിലും വന്നുകൊണ്ട് ഇറാനൊപ്പം നിൽക്കുക എന്ന ഒരു നിലപാടിലേക്ക് പോകാൻ മാത്രമേ ഈ ഘട്ടത്തിൽ ചൈനയ്ക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി റഷ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റഷ്യക്ക് സ്വാഭാവികമായും ഇൻ്റലിജൻസ് രംഗത്ത് ഇറാന് പലതരത്തിലുള്ള സഹായങ്ങളും നൽകാൻ പുടിന് സാധിക്കും. അതിപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ നൽകാനും ഒരു പക്ഷേ റഷ്യക്ക് കഴിയും. അത് നേരിട്ടായിരിക്കില്ല, അതിന് ചില വളഞ്ഞ വഴികൾ ഇറാനിലേക്ക് എത്താനുണ്ട്. അതുവഴിയായിരിക്കും റഷ്യ നൽകുക. പക്ഷേ ഈ യുദ്ധം ഒരുപക്ഷെ കുറച്ച് നീണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പുടിൻ എന്ന് പറയപ്പെടുന്ന ആളുകൾ കൂടിയുണ്ട്. കാരണം യു എസിൻ്റെ പവർ ഷിഫ്റ്റിനെ അല്ലെങ്കിൽ യു എസിൻ്റെ ശ്രദ്ധയെ ഒന്ന് മാറ്റുക എന്നുള്ളത്, ഒരേ സമയം യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ട്രംപിന് സാധിക്കില്ല. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈന് വലിയ തരത്തിലുള്ള സഹായങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സഹായത്തെ കുറക്കാനും യുക്രൈനിൽ കുറച്ചുകൂടി അവർക്ക് ആധിപത്യം നേടാനും ഈ യുദ്ധം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിയും എന്ന് വിചാരിക്കുന്ന ആളാണ് പുടിൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലായിരിക്കില്ല റഷ്യ നടത്തുക. ഈ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒരു തരത്തിൽ ഇറാനെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് ഇറാൻ തന്നെയാണ്. അത് ആ രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോലും അതാണ്. കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏകാധിപത്യത്തിൽ പലതരത്തിലുള്ള നയങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിലൂടെ മറുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു ചൈന. ആ നീക്കത്തിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി നിന്നത് ഇറാനാണ്. ഇറാനെയും സൗദിയും തമ്മിൽ കൈകൊടുക്കുന്നതിൽ ഒരു മധ്യസ്ഥ റോളിൽ നിന്നത് പോലും ചൈനയാണ്. അതേപോലെ തന്നെ വലിയ ഉപരോധം റഷ്യക്ക് നേരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കുന്നതും പുതിയ ഡോളറിനെതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഈ ഭാഗത്തുള്ള ആളുകൾ, ബ്രിക്സ് കൂട്ടായ്മയിലുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയതുമെല്ലാം ഇറാന്റെ എണ്ണയുടെ ഒരു ബലത്തിൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അർത്ഥത്തിലെല്ലാം പശ്ചിമേഷ്യയിലെ വ്യത്യസ്തമായൊരു അതിർ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ നിലവിലുള്ള ഭരണകൂടം തകരാതിരിക്കുക എന്ന് പറയുന്നത് അമേരിക്കൻ വിരുദ്ധരായ എല്ലാ ചേരിയുടെയും അമേരിക്കൻ കൗണ്ടർ പോർഷൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയോട് പോരടിച്ചു നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവുക എന്നത് മറ്റു രാജ്യങ്ങൾക്ക് പ്രധാനമായതുകൊണ്ട് അതിനെ നിലനിർത്താൻ അവരൊരു എഫേർട്ട് എടുത്തേക്കും. പക്ഷെ ആ എഫേർട്ട് ലിമിറ്റഡ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അമേരിക്ക ചെയ്യുന്ന പോലെയുള്ള എക്സസ് കടന്നിട്ടുള്ള കളികൾ കളിക്കാൻ അവർക്ക് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ചൈനയൊക്കെയും അവരുടെ രാഷ്ട്രത്തിന് പുറത്തേക്ക് തോക്കെടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ പരിപാടിയില്ലാത്ത രാജ്യമാണ്. പക്ഷെ അവരെങ്ങനെയാണ് ഇതിൽ ഇടപെടുക എന്നത് നോക്കി കാണേണ്ട കാര്യവുമാണ്. MCA, ഈ ഗൾഫിലെ പോയിന്റുകൾ ആക്രമിക്കുക എന്ന് ഇറാൻ പറയുമ്പോൾ എവിടെയാണ്? സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിക്കുക. ആരുടെ? അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഓൾറെഡി അമേരിക്ക എല്ലാ പ്രിക്കോഷൻസും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള സൈനികരെ മുഴുവൻ മാറ്റുകയോ പ്രധാനപ്പെട്ട ആയുധങ്ങൾ മുഴുവൻ മാറ്റുകയോ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ അവിടെ ഹിറ്റ് ചെയ്യുക എന്നതുകൊണ്ട് സത്യത്തിൽ അമേരിക്കയ്ക്കോ താവളങ്ങൾ മാത്രം ആക്രമിച്ചാൽ ഗൾഫിലെ മറ്റ് സാധാരണ ജനജീവിതത്തിനോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയാശങ്കയുടെയും പരിധി കവിഞ്ഞ ആധിയുടെയും നടുവിലല്ല GCC രാഷ്ട്രങ്ങൾ, രാഷ്ട്രത്തലവന്മാർ, അവിടുത്തെ ആൾക്കാർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് ഒരിക്കലുമല്ല. കാരണം സൈനിക കേന്ദ്രങ്ങൾ എന്നത് ഒരു വിജനമായ പ്രദേശത്തുള്ള ഒരു സംവിധാനമല്ല. ഇപ്പോൾ അൽ-ഉദൈദ് വ്യോമതാവളം ഖത്തറിലേത് എടുത്താലും 5-ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ ജുഫൈറിലെ കേന്ദ്രം എടുത്തു കഴിഞ്ഞാലൊക്കെ അതിന് ചുറ്റും ആയിരക്കണക്കിന് സിവിലിയൻ സമൂഹം താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ താൽക്കാലികമായി പല ഭാഗങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഒരു സിവിലിയൻ കാഷ്വാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് കൂടുതൽ ആപൽക്കരമായിരിക്കും. അത് ഒഴിവാക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും ഈ രാത്രിയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഘട്ടത്തിലും ആക്രമണങ്ങൾ പല ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കേവലം പ്രതീകാത്മകമായിട്ട് ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അത് വളരെ പരിമിതമായ അർത്ഥത്തിൽ നിർത്തുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക എളുപ്പമല്ല. കാരണം ഇപ്പോൾ 14ഓളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നാണ് അല്പം മുമ്പ് ഇറാൻ സൈനിക നേതൃത്വം വിശദീകരിക്കുന്നത്. ഇനിയും കാരണം ഈ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിയിട്ടില്ല എങ്കിൽ
അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്ക് നേരെ, അത് ഇസ്രായേലിന് നേർക്കുനേരെ കൊടുക്കും, മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇത് തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ആശങ്കയായി തന്നെ രൂപപ്പെടും. കാരണം നമ്മളറിയാം, ഇപ്പൊ ദുബൈ പോലുള്ള ഒരു നഗരം 200-ലധികം രാജ്യങ്ങളിലെ മനുഷ്യരാണ് ഇവിടെ ചേക്കേറിയിരിക്കുന്നത്. അപ്പൊ അബുദാബിയിലും ദുബൈയിലും ഒക്കെ ഈ ആക്രമണം നടക്കുന്നു എന്നതിന്റെ അർത്ഥം എന്നത് ഇതിന്റെ ഇമ്പാക്ട്, പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം ഏറ്റവും വലിയൊരു സാമ്പത്തിക വിപണിയും നിക്ഷേപ കേന്ദ്രവുമാണ് ഈ നഗരങ്ങളൊക്കെ തന്നെ. ഇന്നിപ്പോൾ റിയാദിനും പിന്നെ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യക്ക് നേരെയും ആക്രമണം നടന്നതായിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൗദി അറേബ്യയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒമാൻ ഒഴികെയുള്ള 5 രാജ്യങ്ങളിലേക്കും ഈ ആക്രമണം ചെന്നെത്തിയിട്ടുണ്ട്. അതും പിന്നെ ഒരു തവണയല്ല, 3-4 തവണ ആക്രമണം നടന്നു. ഇന്നിപ്പോൾ രാത്രി വളരെ നിർണായകമായിരിക്കും. അങ്ങനെ കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണം പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇവിടുത്തെ സുരക്ഷയെ, സംവിധാനങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ എത്രയും തിരക്കിട്ട ഒരു നീക്കം ഈ കലുഷിതമായ സമയത്ത് പോലും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുന്നു, ചൈനയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായി സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഇമ്പാക്റ്റിലേക്ക് ഇത് ഉണ്ടാവും എന്ന കാര്യം ഈ ഗൾഫ് ഭരണാധികാരികൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇറാനുമായിട്ടും ഒക്കെ തുറന്ന ചർച്ചകൾ, ആശയവിനിമയങ്ങൾ അവർ തുടരുന്നത്. പക്ഷേ ട്രംപും നെതന്യാഹുവും തന്നെ തീരുമാനിക്കേണ്ടി വരും ഇത് എപ്പോൾ നിർത്തണം, ഇത് പിന്നെ ഇതോടുകൂടി പിന്നെ മതിയായി എന്ന അർത്ഥത്തിൽ അവർ പറയുമോ എന്ന്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് അത് പോകും. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ പ്രവാസി സമൂഹങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം വരും ഇത് നീണ്ടുപോവുകയാണെങ്കിൽ. അതല്ല ഒരു 3-4 ദിവസം കൊണ്ട് പിന്നെ ഒരു തീർപ്പിലേക്കും ഒരു രമ്യമായ പരിഹാരത്തിലേക്കും എത്തുകയാണെങ്കിൽ ആ പ്രതിസന്ധി പിന്നെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. ഇപ്പൊ നോക്കുക, ഇന്നിപ്പോ ഉച്ച മുതൽ എല്ലാ വിമാനത്താവളങ്ങളും ഏറെക്കുറെ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വ്യോമാതിർത്തികൾ പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. ഈ അവസ്ഥ സമീപകാലത്ത് ഒന്നും തന്നെ ഗൾഫ് രാജ്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രതിസന്ധി ചെറുതല്ല, പ്രതിസന്ധി വളരെ വലുതാണ്. അത് പരിഹരിക്കാനാണിപ്പോൾ ഈ രാത്രിയിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ നെതന്യാഹുവും ട്രംപും തന്നെ ആയിരിക്കും ഇതിന്റെ പരിണതി, അല്ലെങ്കിൽ ഇത് എവിടെ അവസാനിപ്പിക്കണം എന്നൊരു തീർപ്പ് വരിക. അതല്ല കൂടുതൽ ആക്രമണം ഇറാന് നേരെ തുടരുകയാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും അടുത്തുള്ള ലക്ഷ്യം എന്ന നിലയ്ക്ക് ഈ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇനിയും ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ശരി, ഞാനൊരു ഇടവേള കൂടി എടുക്കുകയാണ്. വേഗം തിരിച്ചു വരാം ഇതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാന്റെ കേപ്പബിലിറ്റീസ്, പ്രത്യേകിച്ച് അവരുടെ മിസൈൽ പ്രഹരശേഷിയെ തകർക്കുക എന്ന് പറയുന്ന വളരെ ആസൂത്രിതമായ പരിപാടി വിജയത്തിലൂടെ കടന്നു പോവുകയാണെന്ന ക്വസ്റ്റൻ അവിടെ ഉണ്ടല്ലോ. ഞാൻ വേഗം താജ് ആലുബാം, ഇവിടെ ഇപ്പം ആക്രമണം എന്തായാലും ഈ രാത്രി കൂടി അതിഭീകരമായി തുടരും എന്ന് അമേരിക്കയും ഇസ്രായേലും ഏതാണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പിന്നോട്ട് പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അത് വലിയ തോതിലുള്ള മനുഷ്യക്കുരുതി അല്ലെങ്കിൽ വലിയ മനുഷ്യ ദുരന്തം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂൾ ആക്രമിച്ച് 60ഓളം കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഈ ഒരു ഫൈറ്റർ ജെറ്റുകൾ വഴിയുള്ള ആക്രമണമല്ലോ, ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണമാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ച് സമയവും എടുക്കും അവിടെ ചേരാൻ. പക്ഷേ ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇറാന് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിനുള്ള ശേഷിയും കുറവാണ്. സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഡാമേജ് ഇറാനിൽ ഉണ്ടാക്കുക എന്നതിൽ അമേരിക്കയ്ക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ആ ഒരു സംഗതി ഞാൻ നേരത്തെയും അത് സൂചിപ്പിച്ചു. അതായത് മിലിറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ, അതിന്റെ മൈറ്റിന്റെ കാര്യത്തിൽ അമേരിക്ക അനിഷേധ്യമായ ഒരു ശക്തിയാണ്. തീർച്ചയായിട്ടും മാക്സിമം ഡാമേജ് ഉണ്ടാക്കാൻ അമേരിക്കക്ക് സാധിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പായ ഒരു സംഗതിയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ നോക്കൂ, നമ്മളിവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കമ്പാരിസൺ, റഷ്യയും യുക്രൈനും തമ്മിൽ നടന്ന ആ യുദ്ധത്തിന്റെ ആ ഒരു കമ്പാരിസൺ ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം അന്ന് റഷ്യ വിചാരിച്ചത് കേവലം ഒരാഴ്ച കൊണ്ട് യുക്രൈൻ സൈന്യത്തെ ഒരു പാക്ക് ഓഫ് കാർഡ്സ് പോലെ, ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് റഷ്യ അവിടെ യുക്രൈനെതിരെ അധിനിവേശം തുടങ്ങിയത്. പക്ഷേ ആ റഷ്യയുടെ ഇതിനപ്പുറം, റഷ്യയുടെ ചിന്തകൾക്കൊക്കെ അപ്പുറം, അവരുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറം ആ യുദ്ധം ഇപ്പോ വർഷങ്ങളോളം നീണ്ടുനിന്നു. എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി മൈറ്റ്, ആ എയർ പവർ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ മാറ്റാനോ അല്ലെങ്കിൽ ആ രാജ്യത്തെ തോൽപ്പിക്കാനോ സാധ്യമല്ല. അമേരിക്കക്ക് ആ ചരിത്രം നന്നായിട്ട് അറിയാവുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇത്രയും ശക്തമായ അതേ പൊസിഷനിൽ ഒരു പക്ഷേ ഈ സൈനിക ഉപകരണങ്ങളുടെ കാര്യത്തിലൊക്കെ മാറ്റമുണ്ടായെങ്കിലും വിയറ്റ്നാമിൽ അമേരിക്കക്ക് കിട്ടിയ പാഠത്തെക്കുറിച്ച് നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ പനാമ, നിക്കരാഗെ, അവസാനം ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ,
ഈ രാജ്യങ്ങളൊക്കെ അമേരിക്ക പഠിപ്പിച്ചത് എന്താണ്? അതാണ് വാസ്തവത്തിൽ ഇവിടെ ഒരു ചോദ്യം. ട്രംപ് വാസ്തവത്തിൽ ഇപ്പോൾ ട്രംപ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഉപദേശിക്കാൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഉപദേശകർ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. കുറെ സ്തുതിപാഠകരായിട്ടുള്ള ഉപദേശകരാണ് അദ്ദേഹത്തിനുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നെതന്യാഹുവിനെ പോലെ സ്വന്തം രാഷ്ട്രീയ കരിയർ മാത്രം ലക്ഷ്യമാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ തന്റെ കരിയറിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ ദേശീയ താല്പര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈവൻ ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം ചരിത്രവും അതുപോലെ തന്നെ ആധുനിക ഇത്തരം അധിനിവേശങ്ങളുടെ പാഠങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വാസ്തവത്തിൽ വളരെ വ്യക്തമായ തെളിവുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കണക്കുകൂട്ടലിൽ ഈ യുദ്ധം ഇപ്പൊ തുടങ്ങുന്നതിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കണക്കുകൂട്ടലിൽ പിഴച്ചിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ കുറച്ചധികം ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഇറാന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ ആക്രമിക്കാനും കുറച്ചുപേരെ വധിക്കാനും സാധിക്കും. പക്ഷെ ബാലിസ്റ്റിക് മിസൈൽ നോക്കൂ, ഇതിന്റെ ശേഖരം ഇപ്പൊ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണ്? ഈ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടി പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റ് യൂണിയൻ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞത് എന്താണ്? അതായത് അമേരിക്ക വരെ എത്തുന്ന 10,000 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള മിസൈൽ വികസിപ്പിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു. അത് പച്ചക്കള്ളമാണ്. അതായത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു പ്രസിഡന്റ് പറയുന്ന ഈ പച്ചക്കള്ളം അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സ്തുതിപാഠകരായിട്ടുള്ള ഉപദേശകരാണ്. അതുപോലെ തന്നെ ഇറാൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ആണവായുധം ആവശ്യമില്ല, ഞങ്ങളത് വികസിപ്പിക്കില്ല, അത് ഞങ്ങൾ ഐഡിയോളജിക്കലി തന്നെ ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 2015 ഒരു കരാർ അമേരിക്കയുമായിട്ട് ഒപ്പിട്ടിരുന്നു. ഒബാമ ആ കരാറിനെ ഏറ്റവും ഒരു ഹിസ്റ്റോറിക് കരാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇറാൻ അതുമായി പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തു. പക്ഷേ 2020 ട്രംപ് അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു ധാർഷ്ട്യമാണ്. അപ്പോ ഒരു പ്രസിഡന്റിന്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ സ്തുതിപാഠകരായിട്ടുള്ള ഉപദേശകരുടെ നിർദ്ദേശവും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അമേരിക്കൻ പട്ടാളത്തിനും അമേരിക്കൻ ഈ സൈനിക എസ്റ്റാബ്ലിഷ്മെന്റിനും ഈ യുദ്ധം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിൽ ഇപ്പോൾ ജനപിന്തുണ ഏറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിക്കവാറും പോളിസി മേക്കേഴ്സ് അടക്കം, അതായത് സെനറ്റിലും കോൺഗ്രസിലും ഒക്കെയുള്ള ധാരാളം ആളുകൾ ഐപാക്കിന്റെ സ്വാധീനത്തെയും ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ പോളിസിയും അതിശക്തമായി എതിർക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാവി പോലും നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഭാവി തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പില്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇലക്ഷൻ പോകാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ അധികം കുറഞ്ഞിരിക്കുന്നു എന്ന് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ ആക്രമണത്തെ അമേരിക്കൻ ജനത തന്നെ ഉൾക്കൊണ്ടിട്ടില്ല. ഡെമോക്രാറ്റിക് സെനറ്റർമാർ വളരെ കൃത്യമായിട്ട് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു, എന്തിന് ഇപ്പോൾ ഇറാനെ ആക്രമിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ എക്സ്ക്യൂസ് ഞങ്ങൾക്ക്. അതുകൊണ്ട് അമേരിക്കൻ ജനതയെ ഇത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതുകൊണ്ടാണ് സുഹൈൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഷോർട്ട് ടേമിൽ അവസാനിപ്പിക്കണം. ഇത് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോയാൽ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾക്കെതിരായി പോകുന്നത്. കാരണം നമ്മുടെ പട്ടാളക്കാരെ നമ്മൾ കൊല്ലാൻ കൊണ്ടുപോയി കൊടുക്കരുത്, നമ്മുടെ പണം, നമ്മുടെ നികുതി പണം പലയിടത്തും കൊണ്ടുപോയി ചെലവാക്കരുത് എന്നൊക്കെയുള്ള പ്രസ്താവനകളിലൂടെ അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, വീണ്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈനിലൂടെ വന്നയാളാണല്ലോ അദ്ദേഹം. അപ്പം അതുകൊണ്ട് സുഹൈൽ, ഈ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാവണമെങ്കിൽ ഈ യുദ്ധം സങ്കീർണമാവുകയും അമേരിക്കയ്ക്ക് ഇത് നീട്ടിക്കൊണ്ട് പോകേണ്ടി വരും, നീട്ടിക്കൊണ്ട് പോയാൽ അപകടമാകും എന്ന ഒരു പോയിന്റിൽ ഇത് എത്തേണ്ടി വരുമോ? അപ്പോൾ മാത്രമേ അമേരിക്ക ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ആലോചിക്കുകയുള്ളൂ. തീർച്ചയായും അതിനാണ് സാധ്യത കാണുന്നത്. ഒന്നുകിൽ അവർ നേരത്തെ മുൻകൂട്ടി കണ്ടുള്ള വലിയ പ്ലാനിങ്ങിലൂടെ ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കണം. ആ അട്ടിമറിക്കാൻ നേരത്തെ താജാലുവൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും ഒരു വ്യോമാക്രമണത്തിലൂടെ ഒരു ഭരണമാറ്റം അതെവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അതിന് കരയാക്രമണം വേണ്ടിവരും, പലതരത്തിലുള്ള ഇടപെടൽ വേണ്ടിവരും. പക്ഷേ അതിനെല്ലാം അമേരിക്ക ഒരുങ്ങുമോ എന്നുള്ള നിലവിൽ അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മറ്റും താഴെത്തട്ടിലൂടെ സിഐയുടെയും മൊസാദിൻ്റെയും പ്രവർത്തനങ്ങളുടെ ആളുകളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി ആഴ്ചകൾക്കുള്ളിൽ ഭരണമാറ്റം എന്നൊന്നും പറയുന്നത് അസാധ്യമായിരിക്കും. ഒരുപക്ഷെ അവർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ടാർഗറ്റ് അത്
ഖാംനായിയാണ്, മറ്റൊന്ന് പെസഷ്കിയാനാണ്. ഈ രണ്ടുപേരെയും വധിക്കുക, അതേപോലെ തന്നെ IRGCയുടെ തലവനെ വധിക്കുക. അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരു ഭരണമാറ്റത്തിലുള്ള നിലമൊരുങ്ങി എന്ന് കാണിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം അത് തകർക്കുകയും ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ, ഇത്തരമൊരു കാര്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോൾ തന്നെ ഖാംനായിയുടെ പ്രസംഗം അല്പസമയത്തിനകമുണ്ടാകുമെന്നുള്ളതാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെ ഒളിച്ചോടാൻ ഖാംനായി തയ്യാറല്ല എന്നുള്ള സൂചനയാണ് അത് നൽകുന്നത്. അപ്പോൾ അത് നടക്കാതിരിക്കുകയും ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിൽ നിന്ന് പ്രത്യേകിച്ചും അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് ഇറാനുള്ളത്. അവിടെ നിന്ന് ഈ ഭൂഗർഭ മിസൈൽ സിറ്റിയിൽ നിന്നടക്കം വലിയ തോതിൽ ആക്രമണങ്ങൾ തുടരുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ 2025 ജൂണിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇസ്രായേലിനടക്കം മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇരുവിഭാഗവും വിജയം അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു പിന്മാറ്റം അതിലേക്കാണോ പോവുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പക്ഷേ അതെല്ലാം നമ്മൾ പറയുമ്പോഴും സമീപകാലത്തൊന്നും അമേരിക്ക ഈ മേഖലയിൽ വരുത്താത്ത സൈനിക സന്നാഹങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഒരുക്കിയത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു യുദ്ധമായിട്ടല്ല അമേരിക്ക ഇതിനെ കാണുന്നത്. പെട്ടെന്ന് തോറ്റുപോകുന്ന ഒരു യുദ്ധമായിട്ടല്ല അവർ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാനെ ആക്രമിക്കുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം നേടുകയും ചെയ്യണം. ഞാൻ നേരത്തെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്യം നേടാൻ ഉറപ്പാണ് എന്ന് സൈനിക ജനറൽമാർ, പെന്റഗൺ നേതൃത്വം അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിന് ഡൊണാൾഡ് ട്രംപ് യെസ് മൊഴിയിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് US ജനറൽമാരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. അതിലേക്ക് പോകുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക? പ്രത്യേകിച്ചും നമുക്കറിയാം ഈ വെനസ്വേലയിലുള്ള നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യം അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സൈനിക ജനറൽമാർ ഇറാനിലേക്ക് വരുന്നത്. അപ്പോൾ ഖാംനായിയെയും അതേപോലെ തന്നെ പെസഷ്കിയാനെയും ഒക്കെ ആക്രമിക്കാനും ഇല്ലാതെയാക്കാനും ഒക്കെയുള്ളൊരു ശേഷി സൈനികമായി അവർക്കുണ്ട് എന്ന് അവർ കരുതുന്നുണ്ടാകണം. അപ്പോൾ ആ തരത്തിലാണ് ഇസ്രായേലും അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയും അവരുടെ സൈനിക ശേഷി തകർക്കുകയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ വെനസ്വേലയിൽ പോലും നിക്കോളാസ് മദുറോയ്ക്ക് ശേഷം അമേരിക്ക ചെയ്യുന്നത് എന്ത് എന്ന ചോദ്യത്തെ പോലെ തന്നെ ഇറാനിൽ ഈ ഒരു സൈനിക നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും ഇല്ലാതെയാക്കുകയും സൈനിക സന്നാഹങ്ങളെ തകർക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അപ്പോൾ ഒരാളെ കെട്ടിയിറക്കിയാൽ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പുറത്തുനിന്നൊരാളെ ഒരിക്കലും സ്വീകരിക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് പിന്നീടൊരു ഭരണമാറ്റം എന്നൊക്കെ പറയുന്നത് അമേരിക്കക്ക് അത്ര എളുപ്പത്തിലുള്ള ഒരു കാര്യമായിരിക്കില്ല. ശരി, ആ നിലക്കുള്ള ഒരു സങ്കീർണത അവിടെ ഉണ്ടെന്നാണ്. അല്ല, MCA, ഞാൻ ഈ രാത്രിയുടെ കാര്യം ചോദിക്കുകയാണ്. എന്താണ് അവിടുത്തെ ഇന്ത്യൻ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു അവസ്ഥ എന്താണ്? ആളുകൾ ഭയങ്കരമായ പാനിക്കായിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഗൾഫിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഈ രാത്രിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ? നിഷാദ്, അല്പം മുമ്പാണ് കുവൈത്ത് എയർപോർട്ടിൽ ഇറാൻ അയച്ചിരിക്കുന്ന ഒരു മിസൈൽ പതിച്ചു. പക്ഷേ വളരെ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ രൂപപ്പെട്ടതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം പുറത്തു വരുന്നത്. ഏതാനും ജീവനക്കാർക്ക് വളരെ ചെറിയ തോതിലുള്ള പരിക്കേറ്റു. ഏതെങ്കിലും കൂടുതൽ വ്യാപ്തിയുള്ള ഒരു അപകടമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതായത് സൈനിക ആസ്ഥാനങ്ങൾ വിട്ടുകൊണ്ട് മറ്റിടങ്ങളിലേക്കും ഒരു സിവിലിയൻ ഫെസിലിറ്റികളിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നതിന്റെ ഭാഗമാണോ ഇത്? അതല്ല മറ്റേതെങ്കിലും ദിശ മാറി മിസൈൽ ഈ ഭാഗത്തേക്ക് പതിച്ചതാണോ എന്നത് സംബന്ധിച്ച ഒരു കൃത്യത ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളിലും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും മിസൈൽ ആക്രമണങ്ങൾ വീണ്ടും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. എന്തായാലും പകലൊക്കെ ഉണ്ടായിരുന്ന ആശങ്കയെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഗൾഫിലുടനീളം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. സൗദിയിലെ റിയാദിലും കിഴക്കൻ പ്രവിശ്യക്കും നേരെ ആക്രമണം നടന്നതായിട്ടുള്ള സ്ഥിരീകരണവും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക. പക്ഷേ മലയാളി സമൂഹം ഗൾഫിൽ ജീവിച്ച ഒരു സമയത്തൊന്നും അഭിമുഖീകരിക്കാത്ത ഒരു ചുറ്റുപാടിലൂടെ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അവരൊക്കെയും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് നിലയ്ക്കണം എന്നാണ്. അതിനുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഈ എല്ലാ വിദേശ സമൂഹവും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതും. പക്ഷേ നമുക്കറിയാൻ സാധിക്കും സ്ഥിതിഗതികൾ ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമോ അതല്ല അമേരിക്കയും
ഇസ്രായേലും ലക്ഷ്യം വെച്ചതുപോലെ ഒരു ദീർഘ കാലത്തേക്ക് ഈ ആക്രമണവും സംഘർഷവും നീളുകയാണെങ്കിൽ അത് നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ പ്രഹരം അല്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം ഇപ്പം തന്നെ ജർമ്മനി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ അവിടെ പൗരന്മാരുടെ യാത്രക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ രാജ്യങ്ങൾ ആ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലുള്ള ടൂറിസം സെക്ടറിനെ അതോടൊപ്പം തന്നെ വിപണിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആക്രമണ പരമ്പരകൾ അവസാനിക്കണം എന്നത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും ഗൾഫിലെ നേതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ശ്രമങ്ങൾ തുടരുന്നത്. പക്ഷേ നമുക്കറിയാൻ സാധിച്ചതുപോലെ വളരെ വ്യാപ്തിയിലേക്ക് ഒരു പക്ഷേ ഇന്നത്തെ രാത്രി ട്രംപ് സൂചിപ്പിച്ചതുപോലെ കനത്ത ആക്രമണം ഇറാന് നേരെ നടക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഈ മേഖലയിലെ പല ഭാഗങ്ങളിലേക്കും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പരമാവധി മുൻകരുതലുകൾ ഈ രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എംബസികൾക്കൊക്കെയും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സിവിലിയൻ സമൂഹത്തെയും അവിടെ നിന്ന് ഒരു സെക്കൻഡ്, ഷിനോജ് എൻ്റെ കൂടെ ഉണ്ട്. ഷിനോജ് കൂടി എൻ്റെ കൂടെ ഉണ്ട് അവിടെ നിന്ന്. ഷിനോജ്, ദുബായിൽ എന്താണ് ഇപ്പോൾ സ്ഥിതി? ദുബൈയിൽ പലയിടത്തും ഇപ്പോൾ അപായ സൈറനടക്കം മുഴങ്ങുന്നുണ്ട്. പലയിടത്തും സ്ഫോടന ശബ്ദങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഓഫീസ് പരിസരത്ത് തന്നെ അല്പം മുൻപ് വലിയൊരു സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. അതായത് ആകാശത്തു കൂടി മിസൈലുകൾ കടന്നു പോകുന്നു. ആ മിസൈലുകളെ സേന പ്രതിരോധിക്കുന്നു. പലതും താഴേക്ക് എത്തുന്നില്ല. അത് ആകാശത്ത് വെച്ച് തന്നെ അവയെ പ്രതിരോധിക്കുന്ന ഒരു ചിത്രമാണ് പലയിടത്തും ഉള്ളത്. പക്ഷേ വലിയ ശബ്ദമാണ് പലയിടത്തു നിന്നും കേൾക്കാൻ കഴിയുന്നത്. ചിലയിടങ്ങളിൽ തീപിടുത്തമുണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷേ അത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നേ ഉള്ളൂ. എന്തായാലും അബുദാബിക്ക് നേരെ 3 ഘട്ടമായി നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു പാക് സ്വദേശി കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഉച്ചയ്ക്കും വൈകുന്നേരവും അബുദാബിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പല സൈനിക കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ മിസൈലുകൾ എത്തുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും. നിഷാദ്, താജ് ആലുവ, ഇതിപ്പോ ഒരു ആക്രമണം എന്തിനാണ് എന്ന ചോദ്യം ലോകത്തെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ പോലും ഈ നടത്തുന്ന ആക്രമണം എന്തിന്? സാധാരണ നിലയ്ക്ക് ഇസ്രായേൽ ഗസയെ ആക്രമിച്ച് പിന്തുണച്ചവരെ പോലും ഇവിടെ കാണുന്നില്ല. സോ ഇതൊരു ഒരു ആവശ്യമില്ലാത്ത ആക്രമണം എന്ന നിലയ്ക്ക് പൊതുവെ കാണുന്ന ഒന്നാണല്ലോ. അപ്പൊ അതിന് നാം കാണാത്ത പലതരത്തിലുള്ള റീസൺ ഉണ്ടോ? പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട്. ഇതൊരു എപ്സ്റ്റീൻ ഫയൽസിന്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആക്രമണമാണ്, പുകപടലം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തിയറി ആയിട്ട് താങ്കൾ എടുക്കുന്നുണ്ടോ? അത് ലോക രാഷ്ട്രീയ ചരിത്രം നമ്മൾ പഠിച്ചാൽ എപ്പോഴും കാണാൻ സാധിക്കും. പണ്ട് OV വിജയൻ എഴുതിയിട്ടുണ്ടല്ലോ, രാജാവ് ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ധർമ്മപുരാണത്തില് OV വിജയൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ വാസ്തവത്തിൽ അതാണ് സംഭവം. അത് പലപ്പോഴും ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ രാഷ്ട്ര നേതാവിന് യുദ്ധം ചെയ്യാൻ പലപ്പോഴും തോന്നുക അദ്ദേഹം ഒരു ആഭ്യന്തരമായിട്ടുള്ള പ്രതിസന്ധിയിൽ വല്ലാതെ കുടുങ്ങിക്കിടക്കുമ്പോഴാണ്. ഇപ്പോ എപ്സ്റ്റീൻ ഫയലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും അധികം അതിശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് തന്റെ റിപ്പബ്ലിക്കൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ ക്യാമ്പിൽ നിന്ന് തന്നെ അതിരൂക്ഷമായ വിമർശനം നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് അത് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മിഡ് ടേം ഇലക്ഷന് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയെ കാര്യമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുന്നു. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്. അതൊരു വശത്ത്. മറുവശത്ത് ഐസ് എന്ന് പറയുന്ന ഈ എമിഗ്രേഷൻ നിയമവിധേയമല്ലാത്ത എമിഗ്രേഷന് എന്ന പേരിൽ, അതിനെ എതിർക്കാൻ എന്ന പേരിൽ വാസ്തവത്തിൽ നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ പൗരന്മാരെ പോലും വേട്ടയാടുന്ന ആ ഒരു അർത്ഥത്തിലുള്ള അമേരിക്കയുടെ ആ സംവിധാനം, അതും അതിശക്തമായ വിമർശനത്തിന് വിധേയമാകുന്നു. അപ്പോ അതുപോലെ തന്നെ മറ്റ് അമേരിക്കയുടെ അഫോർഡബിലിറ്റി, അതായത് അവരുടെ ആഭ്യന്തര കടം, അതിലെ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ്, വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു പോൾ അമേരിക്കയിൽ നടത്തിയാൽ അമേരിക്കൻ ജനതയുടെ ഭൂരിപക്ഷം പേർക്കും ഈ ഇറാൻ യുദ്ധത്തിൽ ഒരു താല്പര്യവുമില്ല എന്ന അർത്ഥത്തിലാണ് അവിടെ നിന്ന് വരുന്ന പോളുകൾ സൂചിപ്പിക്കുന്നത്. അത് കൂടുകയല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ അത് സൂചിപ്പിച്ചു. അതായത് പ്രസിഡന്റ് ചുറ്റുമുള്ള ചില ഉപദേഷ്ടാക്കൾ, ആ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെയൊക്കെ വളരെ വിശാലമായ കോർപ്പറേറ്റ് താല്പര്യങ്ങളെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. ഇപ്പോഴും
എന്നും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്, അമേരിക്കൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ലോകത്ത് സംഘർഷങ്ങൾ സൃഷ്ടിച്ച് ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോ ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോ വെനിസുലയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോന്നിട്ട് അത് വ്യക്തമായി ട്രംപ് തന്നെ വിളിച്ചു പറയണം, അവിടുത്തെ എണ്ണ ഇനി മുതൽ ഞങ്ങൾ വിൽക്കും. അപ്പോ ഇവിടെ ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് 2 ലക്ഷ്യങ്ങളാണ് സുപ്രധാനമായിട്ടുള്ളത് അമേരിക്കയെ സംബന്ധിച്ച്. ഒന്ന്, ചൈനയുടെ ഊർജ സ്രോതസ്സിനെ അടക്കുക. ചൈന വളരെ ഈ അമേരിക്കയുടെ ഉപരോധങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഓയിൽ ഫോർ വെപ്പൺ എന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇറാൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആദ്യം അത് വെനിസുലയിലായിരുന്നു. വെനിസുലയിൽ നിന്ന് ധാരാളമായിട്ട് കൊണ്ടുപോയിരുന്നു. അതിന് അമേരിക്കൻ പ്രസിഡന്റ് തടയിട്ടു, ട്രംപ് തടയിട്ടു. ഇപ്പോ ഇറാനും കൂടി ഈ അർത്ഥത്തിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ ചൈനയെ ഊർജ പ്രതിസന്ധിയിലാക്കാൻ അമേരിക്കക്ക് സാധിക്കും എന്ന അതൊരു വ്യാമോഹമാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത് നമ്മൾ അമേരിക്കൻ അംബാസഡർ, ഇസ്രായേലിലേക്കുള്ള അമേരിക്കൻ അംബാസഡർ ടക്കർ കാൾസണുമായിട്ട് നടത്തിയ അഭിമുഖം, അത് വാസ്തവത്തിൽ വളരെ വലിയ, അതായത് വിവാദം ഉണ്ടാക്കിയെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. മറിച്ച് ഏറ്റവും കൂടുതൽ ഒരു അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ഇസ്രായേലിന് വേണ്ടി ഇത്ര ശക്തമായി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ടക്കർ കാൾസൺ അതിനെക്കുറിച്ച് അദ്ദേഹത്തെ നിർത്തി പൊരിക്കുന്നുണ്ട്. അതായത്, താങ്കൾ ഇസ്രായേലിന് വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്? താങ്കൾ അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡർ ആണോ അതോ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് ഈ ടക്കർ കാൾസൺ ഫോക്സ് ന്യൂസിന് വേണ്ടി അമേരിക്കയുടെ എല്ലാ സാമ്രാജ്യത്വ താല്പര്യങ്ങളൊക്കെ ഇതുവരെ പിന്തുണച്ച അവിടുത്തെ വൈറ്റ് സുപ്രീമിസ്റ്റ് നിയമം അല്ലെങ്കിൽ അത്തരം വാദങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആളായിരുന്നു ടക്കർ കാൾസൺ. പക്ഷെ ഇപ്പോ അദ്ദേഹം മാറിയിരിക്കുന്നു. ഇതുപോലെ മെഗാ ക്യാമ്പിൽ നിന്ന് ധാരാളമായിട്ട് അത്തരം ആളുകൾ മാറുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന താല്പര്യം, ഇവിടെ നേരത്തെ സുഹൈലും അത് സൂചിപ്പിച്ചു, വെസ്റ്റ് ബാങ്ക് പരിപൂർണമായിട്ടും പിടിച്ചടക്കുക, അവിടുത്തെ നേരത്തെയുള്ള സെറ്റിൽമെന്റുകൾ വ്യാപിപ്പിക്കുന്നതിന്റെ ആ പദ്ധതി വിശാലമായിട്ട് തുടരുക. അതുപോലെ തന്നെ ലബനാനിലും സിറിയയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് അതിനെയൊക്കെ വിഭജിച്ച് ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായിട്ട്, വംശീയ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അവർ ആധിപത്യം വാഴുന്ന രാഷ്ട്രങ്ങളായിട്ട് മാറ്റുക. ഇറാനിലും പിന്നെ ഈ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഇപ്പോൾ അതാണ്. ഇറാന് അവിടുത്തെ വംശീയ ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ വലിയ പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് വിനാശമാണ് ഇവർ, അപകടമാണെന്ന് പറഞ്ഞ് ആരെയും ആക്രമിക്കാൻ കഴിയുന്ന ഒരു പ്രസിഡൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എത്രയോ കാലമായി. ആ അപകടം ലോകം തിരിച്ചറിയുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. കാരണം നാളെ ആരും ആക്രമിക്കപ്പെടാമല്ലോ. അതാണ്. ഞാനൊരു ബ്രേക്ക് കൂടി എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഡിസ്കഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ യുദ്ധവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ തന്നെ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകളിലും ഈ രാത്രി പ്രധാനമാണ് എന്ന് നമുക്കറിയാം. ഇറാന് മേലെ ഏറ്റവും വലിയ തീമഴ പെയ്യാൻ പോകുന്നുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ പകരമായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നും ഈ രാത്രിയിലെ വലിയ ചോദ്യങ്ങളിലൊന്നായിരിക്കും. നമുക്കെന്തായാലും അത് ഉറ്റുനോക്കേണ്ടതുണ്ട്. ലോകം ആശങ്കയോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.